സാർ, CPM അതീവ ജാഗ്രതയിലാണ്. തിരുവനന്തപുരത്ത് എന്തും സംഭവിക്കാം. CPM-നെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാൽ പൊങ്കാല അട്ടിമറിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കി KGMOയെ കൊണ്ട്. പക്ഷേ വീണ ജോർജ്, സുരേഷ് ഗോപിയൊക്കെ ഇടപെട്ടുകൊണ്ട് അതിൽ ചില വിട്ടുവീഴ്ചകൾക്ക് KGMO തയ്യാറായി. ഞങ്ങൾ പൊങ്കാല ബഹിഷ്കരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ രംഗത്തെത്തി. നമ്മളാണ് ഇത് ആദ്യം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇപ്പോ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ അങ്കലാപ്പിലാണ്. എന്തും സംഭവിക്കാം തലസ്ഥാനത്ത്. എങ്ങനെ കാണാം ഇതിനെ? ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനുകളുടെ ചരിത്രം നമുക്കറിയാവുന്നവർ തൊട്ട് നമ്മൾ അനുഭവിച്ചിടം തൊട്ടൊന്ന് പറയാം. അതായത് V. ശിവൻകുട്ടി അദ്ദേഹം ഇരുന്ന കാലത്ത് ഉള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു മോസ്കിറ്റോ ഫ്രീ ട്രിവാൻഡ്രം സിറ്റി എന്നുള്ളത്. മോസ്കിറ്റോ ഫ്രീ സിറ്റി എന്നുള്ള ഒരു മുദ്രാവാക്യം. മോസ്കിറ്റോ ഫ്രീ സിറ്റി, കൊതുക് വിമുക്ത തിരുവനന്തപുരം എന്നൊരു ക്യാമ്പയിൻ. അപ്പോൾ കൊതുകെല്ലാം പോകും. കൊതുകിൻ്റെ വലിയ ശല്യമായിരുന്നു. കൊതുക് എങ്ങനെ വരുന്നത്? വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ടാണ് വരുന്നത്. വെള്ളക്കെട്ടുകൾ മാറ്റാതെ കൊതുക് മാറ്റുമോ? കൊതുകിനെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കൊതുക് ഇല്ലാതാവത്തില്ല. മുട്ടകൾ വീണ്ടും ലക്ഷക്കണക്കിന് അഴുന്നത് മുട്ടകൾ. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഒന്നും ചെയ്യാതിരുന്നതുകൊണ്ടാണ് അതിന് ശേഷം പിന്നെ കൊതുകടി പെരുവി. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ പെരുവി ഒരുപാട് അസുഖങ്ങൾ, പിന്നെ ഡെങ്കിപ്പനി, അങ്ങനെയുള്ള പലതും, ഈ ചിക്കൻ ഗുനി, ഇതെല്ലാം അതിൽ കൂടി പകരുന്നത്. കൊതുകാണ് നമ്മുടെ ഏറ്റവും സൂനോട്ടിക് ഡിസീസസ് എന്ന് പറയും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൊതുകാണ്. കൊതുക് ഇന്ന് വരെ അവിടുന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. കൊതുക് പെരുകിക്കൊണ്ടിരിക്കുക. പൊളിഞ്ഞ് പാളീസായത്. രണ്ടാമത് വന്ന ആൾ എന്ന് പറയുന്നത് പിന്നെ VK പ്രശാന്ത്, കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ഒരു മേയർ തന്നെയായിരുന്നു. അദ്ദേഹം ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്നൊരു മുദ്രാവാക്യം. ക്ലീൻ ആക്കി കഴിഞ്ഞാണ് കോർപ്പറേഷൻ തമ്പാനൂർ വലിയ പദ്ധതി, അനന്തപുരി പദ്ധതി എന്നും പറഞ്ഞൊരു പദ്ധതിയൊക്കെ ഓപ്പറേഷൻ അനന്തപുരി എന്നും പറഞ്ഞൊരു പദ്ധതിയൊക്കെ കൊണ്ടുവന്നു. ഞാൻ പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, പിന്നെ മഴ വന്നപ്പോൾ ഞാൻ കഴുത്തറ്റം വെള്ളത്തിൽ കൂടെയാണ് കൂടെ നടന്നു പോയത്. കാരണം ചെറിയൊരു മഴ വന്നാൽ റോഡിലൊക്കെ വെള്ളം കെട്ടിയെന്ന് നമുക്കറിയാം. പക്ഷേ തിരുവനന്തപുരം തമ്പാനൂർ റോഡിൽ റെയിൽവേ സ്റ്റേഷനും അതുപോലെ ബസ് സ്റ്റേഷനും ഇടയിൽ കഴുത്തറ്റം വെള്ളത്തിൽ കൂടെയാണ് യാത്ര. പേടിച്ചു പോയി. കാരണം കുഴി എവിടെയെന്ന് നമുക്കറിയത്തില്ല. അതിനകത്ത് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ തീർന്നു പോകും. അതുപോലത്തെ സംഭവമാണ്. തുടർച്ചയായിട്ട് വന്ന ആര്യ രാജേന്ദ്രൻ്റെ കാലത്ത് മോശമല്ല. അവിടെ സ്മാർട്ട് സിറ്റി എന്നും പറഞ്ഞ് കുഴി കുഴിച്ചിട്ട് അതിനകത്ത് വീണു ഒരു മനുഷ്യനെ എൻ്റെ അറിവ്. പിന്നെ ജോയി എന്ന് പറയുന്ന ഒരാൾ റെയിൽവേ അവിടെ ക്ലീനിങ്ങിന് പോയി, പ്ലാസ്റ്റിക് മാറ്റാൻ പോയി, പൊതുജന സേവനം ചെയ്യാൻ പോയ ആള് അതിലോടുകൂടി. ആര്യ രാജേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാൻ, അല്ലെ പറയാതെ പോകാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. CPM-ന് ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ ഞങ്ങൾ ഇതാ മേയറാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാനായി CPM നടത്തിയ ഒരു വലിയ ത്യാഗമായിരുന്നു. അതായത് ഒരുപാട് പക്വതയും അനുഭവ സമ്പത്തും ഒക്കെ ഉള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ CPM അവിടെ മേയറായി ആര്യ രാജേന്ദ്രനെ അവരോധിച്ചത്. പക്ഷെ ഇരുന്നത് മാത്രമേ, അല്ലെങ്കിൽ ഇരുത്തിയത് മാത്രമേ CPM ഓർമ്മയുള്ളൂ. പിന്നെ ഈ മൂട്ടില് തീ പിടിച്ച് മറ്റേ ഇത് കൊളുത്തി വിട്ടതുപോലുള്ളൊരു ഓട്ടമായിരുന്നു. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എവിടെ കൂടെ ചെയ്യണമെന്ന് ആ പെൺകുട്ടിക്ക് അറിയാത്തൊരവസ്ഥ. അതായത് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയെ ഇല്ലാത്ത അടുപ്പ് കൂട്ടി അതിൽ നിന്ന് ചാരം വാരി എന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരം നടത്തി. ആ വന്ന ആളുകൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അതിൽ കള്ളത്തരം നടത്തി. നടക്കാത്ത പൊങ്കാലയ്ക്ക് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അഴിമതി നടത്തി. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് മുഴുവൻ അഴിമതിയുടെ ഒരു വലിയ ഘോഷയാത്രയാണ്. CPM-ന് ഒരുപക്ഷെ അടിപതറിയതും അവിടെയാണ്. എന്നാൽ ഇത്രയും മനസ്സിലായിട്ടില്ല. ഇതുപോലൊരു ആളെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ ലോകം മുഴുവൻ ഇങ്ങനെ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറെ CPM ഇരുത്തി എന്നൊക്കെ പറഞ്ഞ് ലോകം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിടത്ത് ലോകം ചർച്ച ഒരു യദു എന്ന് പറയുന്ന ഒരു KSRTC ഡ്രൈവറെ അദ്ദേഹം എന്തോ മാന്യം കാണിച്ചെന്നോ. എങ്ങനെയാണ് ഈ സ്ത്രീ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ വലത്തോട്ട് തിരിയുമ്പോ ഇങ്ങനെ, പിന്നെ ഇടത്തോട്ട് തിരിയുമ്പോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സിഗ്നലുകളുണ്ട്. ആ സിഗ്നലുകൾ കാണിക്കുന്നതിന് അയാളെ കുറ്റക്കാരൻ ട്രാഫിക് പോലീസ്. എനിക്ക് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയോട് എനിക്ക് ഏറ്റവും അമർഷം തോന്നിയ ഒരു കാര്യമാണ്. അദ്ദേഹം ചെയ്യുന്ന ബാക്കി കാര്യങ്ങളിലോടൊക്കെ യോജിപ്പുണ്ടെങ്കിലും ഇദ്ദേഹം ഈ കാണിച്ചത് എന്തിനാണ് ആ താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിട്ടതെന്ന് അയാളോട് ചോദിച്ചാൽ പോലും ഉത്തരയില്ല. അയാൾ ചെയ്ത തെറ്റെന്താണ്? ഒരു മേയർ വന്ന് തെറി വിളിക്കുമ്പോഴും, അതും CPM-ന്റെ മേയർ ആയതുകൊണ്ട് തെറി വിളിക്കുമ്പോഴും, രണ്ടടി തരുമ്പോഴും നമ്മൾ കൊണ്ടുകൊണ്ട് നിൽക്കണം എന്നാണോ ഗണേഷ് കുമാർ പറയുന്നത്? ഇത് കേട്ടുകൊണ്ട് നിൽക്കണം, ഒരു പരാതിക്ക് പോകാൻ പാടില്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് നഷ്ടമോ പ്രശ്നങ്ങളോ വരില്ലായിരുന്നു എന്നാണ് സർക്കാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ എന്നാ ഗണേഷ് കുമാർ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഈ മേയർ ആര്യ രാജേന്ദ്രനെ നമ്മുടെ ട്രാഫിക് കമ്മീഷണറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ട്രാഫിക്
ട്രാഫിക്കിൽ കാണിക്കുന്ന സിഗ്നലുകൾ ഇന്നതൊക്കെയാണെന്ന് കാണും. ആ പ്രശ്നം അവിടെ തീർന്നു. ഇയാൾ വണ്ടി വലത്തോട്ടെടുക്കാൻ വേണ്ടിയിട്ടോ അതിപ്പോൾ സൈഡിൽ പോകരുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒരു സിഗ്നൽ കാണിക്കും, മറികടക്കരുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ആ സിഗ്നൽ കണ്ടുകൊണ്ടാണ് ഈ പെണ്ണുമ്പിള്ള വിചാരിച്ചത് തന്നെ തെറി കാണിക്കുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കഥകളി കാണുന്നവർക്കും തെറിയായിട്ട് തോന്നും. കാരണം അതിനകത്തൊരു പിന്നെ എന്താ പതാകമുദ്ര എന്ന് പറഞ്ഞൊരു പതാകയുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർ കാണിക്കുന്ന ഒരു തെറിയുടെ ഒരു സിമ്പലുണ്ട്, ഒരു ആംഗ്യമുണ്ട്, അശ്ലീല ആംഗ്യം. അതുപോലെ ഇരിക്കും, ഏകദേശം അതുപോലെ ഇരിക്കും. അത് കണ്ടിട്ട് അവൻ എന്നെ കഥകളിക്കാരൻ എന്നെ തെറി മുദ്ര കാണിച്ചോ, അശ്ലീല മുദ്ര കാണിച്ചെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പോയി. ഇതുപോലെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഒന്നുക്ക് പോയവൻ രണ്ടും കഴിഞ്ഞിട്ട് വെള്ളം തൊടാതെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? അത് ഒരുത്തൻ ഇങ്ങനെ പോയി അവിടെ ഈ കഥകളി കാണാൻ വന്ന ഒരാൾക്ക് ആശങ്ക തോന്നിയ രണ്ട് ശങ്കകൾ നിറവേറ്റി നോക്കിയപ്പോൾ വെള്ളമില്ല. പുള്ളി അത് കഥകളി ഭ്രാന്ത് കാരണം ഇങ്ങനെ തന്നെ ഇങ്ങ് പോന്നു. ഇതെന്താ ഈ ഒന്നുക്ക് പോയതിൻ്റെ രണ്ടും കണ്ടിട്ടെന്ന് പറയുന്നത് ഇയാളെ ഉദ്ദേശിച്ചാണെന്ന് വിചാരിച്ച് ഇയാൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് കഥകളിക്കാരെ പറഞ്ഞു വിട്ട ചരിത്രമുണ്ട്. വാസ്തവത്തിൽ ഇയാൾ പറഞ്ഞ എന്താ, ഹനുമാൻ ലങ്കയിലെത്തിയ കാര്യമായി പറയുന്നത്. അയാള് പോയിട്ട് അവിടെ പോയത് സീതയെ കാണാൻ വേണ്ടി മാത്രമാണ് പോയത്. അവിടെ പോയ കൂട്ടത്തിൽ അയാൾ എന്തോ ചെയ്തു, ആ ലങ്കാനഗരം മുഴുവൻ നശിപ്പിച്ചും കളഞ്ഞു എന്നുള്ളതാണ് ഈ കവിതയെ. ഒന്നുക്ക് പോയവൻ രണ്ടും കഴിഞ്ഞിട്ട് വെള്ളം തൊടാതെ തിരിച്ചു വന്നു ഹനുമാൻ. ആ കാര്യമാണ് ഇയാൾ പാടിയത്. ആ കാര്യം അറിയാതെ കണ്ട് ഈ ആ ആൾക്കാരെ മുഴുവൻ ഇറങ്ങിപ്പോയിട്ടാ എൻ്റെ അമ്പലത്തിൽ വന്നിട്ട് എന്നെ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെയുള്ള ആര്യ രാജേന്ദ്രൻ അവിടെ ഭരിച്ചത് കൊണ്ട് മാത്രമാണ് BJPക്ക് ഇത്തവണ കോർപ്പറേഷൻ കിട്ടിയത്. ഇപ്പോ ഇന്നലെ BJP കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു, BJP കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചു. കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം CPM വല്ലാത്തൊരു ആശങ്കയിലാണ്. അതായത് ഇന്ന് വരെ CPMന് ചെയ്യാൻ കഴിയാത്തത് BJP കയറി ഉടനെ ചെയ്യുക. 2000 വീടുകൾ, 20 രൂപയ്ക്ക് ഭക്ഷണം, അടൽ ക്യാൻറ്റീൻ, അടൽ സൂപ്പർ മാർക്കറ്റ്, വയോജനങ്ങൾക്ക് സൺറൈസ് പദ്ധതി, വീടില്ലാത്ത എന്നാൽ യോഗ്യരായ എല്ലാവർക്കും ഫുൾ പണത്തോടുകൂടി ലൈഫ് മിഷനെ പോലെ 4 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ ഇതാ വീട് തന്നു എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നതല്ല, ഫുൾ വീടില്ല. അപ്പം മൊത്തം അങ്ങനെ. പിന്നെ 18 വയസ്സ് തികഞ്ഞ യുവാക്കൾക്കും യുവതികൾക്കും ജോലി, നോർക്കയുമായി ബന്ധപ്പെട്ട വിവിധ ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകൾ പഠിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ, അതിനായി ഫണ്ട് മാറ്റിവെക്കുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഒരു സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കോർപ്പറേഷനിലൂടെ ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഒരു കോർപ്പറേഷനിൽ ചെയ്ത് കാണിച്ചുകൊണ്ട് BJP നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭാഷയിലൂടെ ജനങ്ങളെ നേരിട്ടാൽ അവർ തിരിച്ച് നമ്മളോട് കൂടെ നിൽക്കുമെന്ന് ആരും കരുതരുത്. കുറെ അവാർഡുകൾ വാങ്ങിക്കുന്നതല്ല, ജനങ്ങളെ എങ്ങനെ സേവിക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കുറിക്ക് കൊള്ളുന്ന മറുപടി, എന്നാലൊട്ട് ആരുടെയും പേരുകൾ എടുത്ത് പറയുന്നുമില്ല. അതായത് പിണറായി വിജയനും ഇതിനു മുൻപ് കോർപ്പറേഷനിൽ ഇരുന്ന CPMന്റെ മേയർമാർക്കും ഒക്കെ കൃത്യമായ പൂട്ടാണ് ആശാനാഥും BV രാജേഷും ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ അഴിമതി ആര് കാണിച്ചാലും നമ്മൾ അവരെ നഖശിഖാന്തം എതിർക്കും. അതൊരു മാറ്റമില്ലാത്ത കാര്യമാണ്. കാരണം തിരുവനന്തപുരം നിവാസി എന്ന രീതിയിൽ ഞാനൊക്കെ കുറെ കാലം കൊണ്ട് അനുഭവിച്ചു വരുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട് സാർ. അത് പറയുമ്പോൾ നമ്മൾ സർക്കാരിനെതിരാണ്, നമ്മൾ BJPക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നൊക്കെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കും. പക്ഷെ തിരുവനന്തപുരം നിവാസികളോട് ചോദിച്ചാൽ അറിയാം അവിടെ എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സാർ പറയുന്നത് പോലെ ഒരു മഴ പെയ്താൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. കാരണം കഴുത്തു വരെയാണ് വെള്ളം. ആ പഴവങ്ങാടി അമ്പലം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, ആ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ വെള്ളക്കെട്ടിൽ അങ്ങ് മൂടിക്കിടക്കാണ്. ഈ പറയുന്നത് പോലെ അവിടെ എന്തെങ്കിലും കുഴിയുണ്ടെങ്കിൽ അതിന്റെ അകത്ത് വീഴുന്ന ആള് പിന്നെ വെള്ളം വറ്റിച്ചാലേ പുറത്ത് കിട്ടുമോ എന്ന് വരെ സംശയമാണ്. ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് ആളുകൾക്ക് ഒരു ശതമാനമെങ്കിലും, ഞാൻ 99% എന്ന് പറയുന്നില്ല, 1% ആളുകൾക്ക് വിശ്വാസം ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് CPMകാർക്കാണെങ്കിൽ പോലും, CPMന്റെ പ്രവർത്തകർക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ CPMനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും ഒരു എന്താ പറയുക, ഒരു വിശ്വാസം വന്നു തുടങ്ങി. ഇനി തിരുവനന്തപുരം നഗരം രക്ഷപ്പെടും എന്നുള്ള ഒരു വല്ലാത്ത വിശ്വാസം. കാരണം BJP തുടങ്ങി വെക്കുമ്പോഴാണ് പല കൗൺസിലർമാരും, കോൺഗ്രസിന്റെ ആയാലും CPMന്റെ ആയാലും പല കൗൺസിലർമാരും ആ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. കാരണം BJP തുടങ്ങി, ഇനി ഇതുവഴി അവർ വോട്ട് പിടിക്കുമോ എന്നുള്ള ഭയം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കോർപ്പറേഷൻ ബജറ്റ് ഉൾപ്പെടെ BJPക്ക് അതൊരു വലിയ നേട്ടമായി മാറും. ആര്യ രാജേന്ദ്രൻ ഇല്ലാത്ത ഒരു സാധനം ആശാനാഥിനും BV രാജേഷിനും ഉണ്ടായി.
തലയ്ക്കകത്ത് ബുദ്ധി, തലയ്ക്കകത്ത് ആൾ താമസം. ഇതാ രണ്ട് കാര്യം കൂടെ പറഞ്ഞു പറയണം. കഴിഞ്ഞു. അതായത് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വീടാണ്. വീട് വാസ്തവം പറഞ്ഞാൽ അവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പണ്ടത്തെ ഒരു വലിയ രാഷ്ട്രീയ തീപ്പൊരിയായിട്ടുള്ള പാപ്പനംകോട് വിജയകുമാർ ദിവസവും അവിടെ വന്ന് സ്റ്റാച്യുവിന്റെ മുമ്പിലിരിക്കുക, എന്നിട്ട് പോകുമ്പോൾ വഴിയോരത്ത് പോയി കിടക്കുക. ഇതാണ് പരിപാടി. വാസ്തവത്തിൽ അദ്ദേഹം PSUവിന്റെ തീപ്പൊരി നേതാവായിരുന്നു പഴയ കാലത്ത്. PSU എന്ന് പറഞ്ഞാൽ PSPയുടെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്നു. അതിന്റെ തീപ്പൊരി നേതാവും വാഗ്മിയും ഒക്കെ ആയിട്ട് ആള് ഇന്നിപ്പോൾ അവസാന നിലയില്ല. പക്ഷാഘാതവും വാങ്ങിച്ചിട്ട് അവിടുത്തെ വേലുത്തമ്പി ദളവയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ഇങ്ങനെ വന്ന് കിടക്കുക, വെയിലും കൊണ്ട് മഴയും കൊണ്ട് കാറ്റും. അദ്ദേഹത്തിന് ഒരു വീട് എന്തായാലും VV രാജേഷെ ദയവായിട്ട്, അദ്ദേഹം പഴയ ഒരു രാഷ്ട്രീയ പടക്കുതിരയാണ്, അദ്ദേഹത്തിന് ഒരു വീട് കൊടുക്കാനും ഒരുപാട് പേരുണ്ട്. നല്ല കാര്യമാണ്, പുണ്യം കിട്ടും, ശ്രീ പത്മനാഭ സ്വാമിയെ അനുഗ്രഹിക്കും. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ശരിയാണ്, ആര്യ രാജേന്ദ്രൻ ആഗോള പ്രസിദ്ധമായ പല അവാർഡുകളും ദേശീയ അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചന്തമാർന്ന ഒരു അവാർഡെന്ന് പറയുന്നത് നാട്ടുകാർ അറിഞ്ഞു കൊടുത്ത ഒരു അവാർഡാണ്. അതെ, അവരെ അറിയാവുന്നവരെല്ലാം കൊടുത്ത അവാർഡ്. ആ അവാർഡാണ്. അത് ഒരിക്കലും ആശാനാദി വിചാരിച്ചാലും VV രാജേഷ് വിചാരിച്ചാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അവാർഡ് ഇതാണ്. ഏറ്റവും അഹങ്കാരമുള്ള മേയർക്കുള്ള അവാർഡ്. ഏറ്റവും പ്രായം കുറഞ്ഞ അവാർഡ് അത് മുഖ്യമന്ത്രി കൊടുത്തു. പക്ഷേ ഏറ്റവും അഹങ്കാരമുള്ള മേയർ എന്നുള്ള ഒരു അവാർഡ് അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് യദുവിനൊക്കെ പുറത്ത് പോകേണ്ടതായിട്ട് വന്നത്.